ഇതൊന്ന് ട്രൈ ചെയ്തപ്പോഴാണ് ഇത് റിവ്യൂ ചെയ്തില്ലെങ്കിൽ അത് വലിയൊരു തെറ്റായി പോയതെന്ന് ഞാൻ മനസ്സിലാക്കിയത്. നമ്മുടെ ചാനലിൽ ഡെഫിനറ്റായിട്ട് റിവ്യൂ ചെയ്യേണ്ട ഒരു പെർഫ്യൂം തന്നെയാണ് സ്പൈസ് ബോംബ് മെറ്റാലിക് മസ്ക്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ ഈ മഴയും തണുപ്പും കാറ്റുമുള്ള ഈ ഒരു മൺസൂൺ സീസണിൽ എന്തുകൊണ്ടും വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു പെർഫ്യൂമാണ് സ്പൈസ് ബോംബ് മെറ്റാലിക് മസ്ക്. സ്പൈസ് ബോംബ് പലരുടെയും പലരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫ്യൂമാണ്, പലരും വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു പെർഫ്യൂമാണ് സ്പൈസ് ബോംബ്. സ്പൈസസും ടൊബാക്കോ ആണ് മെയിൻ നോട്ടായിട്ട് വരുന്നത്. 2025 സ്പൈസ് ബോംബ് അവർ മെറ്റാലിക് മസ്ക് എന്നും പറഞ്ഞ് ഇറക്കിയ ഒരു പെർഫ്യൂമാണ്. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഭയങ്കരമായ രീതിയിൽ ഹൈപ്പ് കൊടുത്തു, ഒരുപാട് റിവ്യൂസും ഉണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇത് വാങ്ങണോ വേണ്ടെന്നുള്ളൊരു ആലോചനയിലായിരുന്നു. പക്ഷേ എന്തായാലും ഞാൻ വാങ്ങി ഞാൻ ഒരു 3-4 ദിവസമായി കയ്യിലെത്തിയിട്ട് ഞാൻ ഈ പാക്കറ്റ് പൊട്ടിച്ച് പുറത്തെ സെലഫിൻ കീറി പെർഫ്യൂം പാക്കറ്റ് പൊട്ടിച്ച് തുറന്നപ്പോൾ തന്നെ എനിക്ക് മണം വന്നു. ഞാൻ കരുതി ലീക്ക് ആയിട്ടുണ്ടാവുമെന്ന് പേടിച്ചു, പൊട്ടിയാണോ വന്നതെന്ന് അറിയത്തില്ല. പക്ഷേ ഇത് തുറന്നപ്പോൾ തന്നെ മണം വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം, കാരണം അത് അത്രത്തോളം പോട്ടൻ്റ് ആയതുകൊണ്ടായിരിക്കുമല്ലോ ഈ മണം വരുന്നത്. ഇനി സെൻറ്റിൻ്റെ പ്രൊഫൈൽ വരുന്നത് മസ്കി, ഫ്രഷ് സ്പൈസി ആൽഡഹൈഡിക്, വാം സ്പൈസി അരോമാറ്റിക്, സിനമൺ, ഫ്രഷ് പൗഡറി, ലെതർ, ലാവൻഡർ. ഇത് മേക്ക് ചെയ്തിരിക്കുന്നത് ജീൻ ക്രിസ്റ്റഫ് ഹെറാൾട്ട് എന്നുള്ളൊരു പെർഫ്യൂമറാണ്. എന്താണ് ഇതിൻ്റെ മണം? നമുക്ക് അതിനെക്കുറിച്ച് പറയുമ്പോൾ ജസ്റ്റ് പ്രസൻറ്റേഷൻ, ആ ഒരു മെറ്റാലിക്, ഒരു മെറ്റലിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ബോട്ടിൽ കളർ, ബോക്സും അതുപോലെ ഒരു സിൽവർ ഫിനിഷോട് കൂടിയ ഒരു ബോക്സ് ഡിസൈൻ, 90 ml EDP കോൺസെൻട്രേഷൻ, ബാച്ച് കോഡ് 42-44-059. ഇതാണ് ബാച്ച് കോഡ് വരുന്നത്. ഇതിൻ്റെ വില വരുന്നത് 90 ml 12,500 13,000 രൂപയാണ് റേറ്റ് വരുന്നത്. നമ്മുടെ സ്പൈസ് ബോംബിൻ്റെ ആ ഒരു സാധാരണ വരുന്ന അതേ ബോട്ടിൽ തന്നെയാണ്, ഒരു മെറ്റാലിക് കളർ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ആ ഒരു ഗ്രനേഡിൻ്റെ ഡിസൈനിലുള്ള ബോട്ടിൽ. ബാച്ച് കോഡ് ഇവിടെയും കാണാം. ബാച്ച് കോഡ് ഇതാണ് കേട്ടോ, 22Z01DR. ഇതാണ് ബാച്ച് കോഡായിട്ടുള്ളത്. ഇവിടെ ലോക്ക് മെക്കാനിസം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റ് നോട്ടായിട്ടുള്ളത് ആൽഡഹൈഡിക്, ബ്ലാക്ക് പെപ്പർ, എലമി, ബെർഗാമോ. ഇത് ഇത്രയാണ് ടോപ്പ് നോട്ടിലുള്ളത്. മിഡിൽ നോട്ടിൽ വരുമ്പോൾ പെപ്പർ, സിനമൺ, ലാവൻഡർ. ബേസ് നോട്ടിൽ മസ്ക്, ലെതർ, ആംബർ. അത് ബേസിക്കലി ഒരു ആംബർ സ്മെല്ലാണ്. പിന്നെ ലാബ്ഡനം. ഇവിടെ ടൊബാക്കോ നോട്ട് കൊടുത്തിട്ടില്ല, ശ്രദ്ധിക്കണം. ഇവിടെ ടൊബാക്കോ നോട്ട് കൊടുത്തിട്ടില്ല, പകരം കൊടുത്തിരിക്കുന്നത് മസ്കും സിനമണും ആംബറുമാണ്. ലെതർ വളരെ ചെറുതായിട്ട്. ട്രൈ ചെയ്യാം. ഓ അടിപൊളി. ആൽഡഹൈഡിക് സ്മെല്ല്. എന്താണ് ഈ ആൽഡഹൈഡ് സ്മെല്ല്? ഇതിൻ്റെ മണം എന്ന് പറയുന്നത് ഒരു ക്ലീൻ, ഫ്രഷ്, അലക്കിയ കോട്ടൺ അല്ലെങ്കിൽ ലിനൻ തുണിയുടെ മണമായിട്ടാണ് എനിക്കിതിൽ അനുഭവപ്പെടുന്നത്. ആ ഒരു ക്ലീൻ സ്മെല്ല്. ക്ലീൻ എന്ന വാക്കിന് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക അവസ്ഥയ്ക്ക് പ്രത്യേകിച്ച് മണമൊന്നുമില്ല. ഓറഞ്ചിന് ഒരു മണമുണ്ട്, സിട്രസ് ഫലങ്ങൾക്ക് ആ ഒരു ടിപ്പിക്കൽ DNA ഉണ്ടല്ലേ, ഒരു ഓറഞ്ചിൻ്റെ, നാരങ്ങയുടെ ഒരു DNA തന്നെ ആ ഒരു സിട്രസ് ലൈനപ്പിൽ വരുന്ന ഫലങ്ങൾക്ക് ആ ഒരു മണം ഉണ്ടാവും. പക്ഷേ എന്താണ് ഈ ക്ലീന് പ്രത്യേകിച്ച് മണമൊന്നുമില്ല. അപ്പോൾ ഇവിടെയും എനിക്ക് ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അതെനിക്ക് ദൂരെ നിന്നും കാറ്റത്ത് വീശിയെത്തുന്ന ഒരു വൃത്തിയുള്ള ഒരു മണമായിട്ടാണ് ഞാൻ അതിനെ സങ്കല്പിക്കുന്നത്. ഒരു വൃത്തിയുള്ള ഒരു മണം, അതും ഈ ആൽഡഹൈഡ്സ് എന്നുള്ള ഒരു കോട്ടൺ ലിനൻ്റെയും മണം കൂടിച്ചേരുമ്പോൾ ഒരു ഫ്രഷ് ക്ലീൻ സ്മെല്ല്. ഇവിടെ സ്പൈസിനെസ് ഉണ്ട്, ആവശ്യത്തിലധികം മസ്ക് ചേർത്തിട്ടുണ്ട്. ഇവിടെ ക്ലീൻ നോട്ട് വരുമ്പോൾ ഈ പെർഫ്യൂമിന് ഒരു ഫ്രഷ് ക്യാരക്ടർ വരുന്നുണ്ട്. അതുകൊണ്ടാണ് സ്പൈസ് ബോംബ് എക്സ്ട്രീമിനേക്കാൾ കുറെ കൂടി എടുത്തുപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ പെർഫ്യൂം മാറിയത്. ഒരു പക്ഷേ ഈ ആൽഡഹൈഡ്സ് നോട്ട് അല്ലെങ്കിൽ ഈ ഒരു ക്ലീൻ നോട്ട് ഇതില്ലായിരുന്നുവെങ്കിൽ നമുക്കിത് രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ അതിരാവിലെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന പെർഫ്യൂമായിട്ട് ചുരുങ്ങിപ്പോയേനെ. പക്ഷേ ഇവിടെ ആൽഡഹൈഡ്സ് നോട്ട്സും പിന്നെ എലമി എന്നുള്ളത് ഒരുതരം റെസിനസ്, ഒരുതരം അല്പം സ്വീറ്റ്നസും അല്പം ഫ്രഷ് വരുന്ന ഒരു മണമാണ്. അതുപോലെ തന്നെ ബെർഗാമോയുടെ നോട്ട്, അല്പം ഫ്രഷ്നെസ്. ബെർഗാമോ അല്ലെങ്കിൽ ആ ഒരു ഫ്രൂട്ട്, ഓറഞ്ച്, സിട്രസിൻ്റെ പോലുള്ള ഒരു മണം, അത് അല്പം ഫ്രഷ്നെസ് ആയിട്ട് വന്നിട്ട് ഇതിൻ്റെ കൂടെ ആൽഡഹൈഡ്സും ആ ക്ലീൻ സ്മെല്ലും ചേരുമ്പോൾ ഒരു ഫ്രഷ് ഓപ്പണിംഗ് ആണ് കിട്ടുന്നത്. പിന്നെ വരുന്ന മണം എന്ന് പറഞ്ഞാൽ അതെന്താ അത് മണം എനിക്ക് പറഞ്ഞിരിക്കാൻ ഒരു ഭയങ്കര ഒരു ഇൻസെൻസ്. സ്പൈസസ് വരുന്നത് സിനമണിൽ നിന്നാണ് സ്പൈസസ് വരുന്നത്, ആ സ്പൈസി സ്മെല്ല് വരുന്നത് പ്രധാനമായും സിനമണിൽ നിന്നും. പിന്നെ ബ്ലാക്ക് പെപ്പറിൻ്റെ നോട്ട് ചേർത്തിട്ടുണ്ട്. ബ്ലാക്ക് പെപ്പറും സിനമണും ചേരുമ്പോൾ ഒരു സ്പൈസി സ്മെല്ല്. പിന്നെ പൗഡറി നോട്ടായിട്ട് ചേർത്തിരിക്കുന്നത് ലാവൻഡറിൻ്റെ മണം. പിന്നെ ഇതിൻ്റെ യഥാർത്ഥ താരം എന്ന് പറയുന്നത് മസ്കാണ്, മെറ്റാലിക് മസ്ക് ഹെവി ലോഡായിട്ട് ചേർത്തിട്ടുണ്ട്. അതൊരു ക്ലീൻ സോഫ്റ്റ് ആയിട്ടുള്ള മസ്കാണ്. നിങ്ങൾ വിചാരിക്കുന്ന ഒരു അനിമലിക് മസ്ക് അല്ല, അല്ലെങ്കിൽ സിവറ്റ്, നരിച്ചീറ് അല്ലെങ്കിൽ മരപ്പെട്ടി പോലുള്ള മൃഗങ്ങളുടെയൊക്കെ ഒരു മസ്കിൻ്റെ സ്മെല്ലുണ്ട്. അതല്ല ഇവിടെ ചേർത്ത്. ഇവിടെ വളരെ സ്വീറ്റ് ആയിട്ടുള്ള, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, ഫ്രഷ് ആയിട്ടുള്ള, ക്ലീൻ ആയിട്ടുള്ള ഒരു മസ്കിൻ്റെ മണം. ആ മസ്കിൻ്റെ മണവും ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ കൺവേ ചെയ്യാൻ അലക്കി വെച്ചിരിക്കുന്ന വെള്ള നിറത്തിലുള്ള തുണികൾ,
ഫ്രഷായിട്ട് അലക്കി ഉണങ്ങി അതിൽ ഒരു ഡിറ്റർജൻറ്റിൻ്റെ ഒരു മണം വരില്ലേ, അലക്കിയ തുണികൾക്കൊക്കെ ഒരു പൊതുവെ ഒരു ക്ലീൻ മണം ഉണ്ടാകും, ഫ്രഷ് ആയിട്ടുള്ള ഒരു വൃത്തിയുള്ള ഒരു മണം ഉണ്ടാകും. ആ മണമാണ് ഇവിടെ ചേർത്തിരിക്കുന്ന മസ്കായിട്ട് സങ്കല്പിച്ചാൽ മതി. ഒരു ഹെവൻലി സ്മെല്ലാണ് ഇതിൻ്റെ മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ. പക്ഷേ എവിടെയോ ഈ മണം നമ്മളെ ഒന്ന് തൊട്ട് തലോടി പോയിട്ടുണ്ട്, ഏതോ ഒരു ഓർമ്മയിൽ ഈ മണം ഇവിടെ വന്നു പോയിട്ടുണ്ട്. അതെനിക്ക് ഏത് പെർഫ്യൂമിൽ നിന്നാണ് ഈ മണം വരുന്നത് എനിക്കറിയില്ല, പക്ഷേ എന്തോ ഒരു മണം എനിക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടില്ലാത്ത ഒരു നോട്ട്, ഒരു ഇൻസെൻസിൻ്റെ ഒരു സുഗന്ധ തടി പുകയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന നല്ലൊരു ഫ്രഷ് ക്ലീൻ ആയിട്ടുള്ള ഒരു ചന്ദനത്തിരി, ഒരു ഇൻസെൻസിൻ്റെ സ്റ്റിക്ക് എരിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണം. പിന്നെ സാഫ്രോൺ നോട്ട് കൊടുത്തിട്ടില്ല, പക്ഷേ എങ്കിലും എന്തോ ഒരു സാഫ്രോൺ കുങ്കുമപ്പൂവിൻ്റെ മണവും എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ മണം എല്ലാം കൂടി ചേരുമ്പോൾ കിട്ടുന്ന മണം ഇതൊരു എന്താ പറയുക, ഒരു ഡിസൈനർ പെർഫ്യൂമായിട്ട് എനിക്ക് തോന്നുന്നില്ല, മറിച്ച് ഒരു നീഷ് പെർഫ്യൂമിൻ്റെ രീതിയിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. കൊള്ളാം, വർത്തായിട്ടുള്ള പെർഫ്യൂം. ഇതാണ് ഇതിൻ്റെ മണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ടൊബാക്കോ എടുത്തു മാറ്റി മസ്കും ആൽഡഹൈഡ്സ് നോട്ട്സും പിന്നെ ക്ലീൻ നോട്ടായിട്ടുള്ള ഒരു ഫ്രഷ് നോട്ടുകളും അല്പം സ്പൈസിനെസ്സും ചേർന്ന് വരുന്ന ഫ്രഷ് സ്പൈസി ക്ലീൻ പെർഫ്യൂം, അതാണ് ഈ പെർഫ്യൂം. ഇനി ഇതിൻ്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വൈകുന്നേരം രാത്രിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 7 മണിക്കൂറാണ് ഇതിൻ്റെ ലോങ്ജെവിറ്റി നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ. പ്രൊജക്ഷൻ സ്ട്രോങ് പ്രൊജക്ഷനാണ്, നല്ല രീതിയിൽ ഇത് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ 3 മണിക്കൂർ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ഉണ്ട്. ഒരു 8 സ്പ്രേ അടിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കവർ ചെയ്യുന്ന രീതിയിൽ, നിങ്ങൾ പോകുമ്പോഴൊക്കെ ഈ മണം വരുന്ന രീതിയിൽ നിങ്ങൾക്ക് നല്ല പ്രൊജക്ഷൻ കിട്ടും. അപ്പോൾ 8 സ്പ്രേ വാങ്ങുന്നവർ 8 സ്പ്രേ അടിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അടിക്കേണ്ട കാലാവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയിലാണ്. ഇനി ഇതിനകത്ത് ഞാൻ പറഞ്ഞതുപോലെ ആൽഡഹൈഡ്സ് നോട്ട്സും മെറ്റാലിക് നോട്ട്സും മസ്കൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കിത് രാവിലെ ഉപയോഗിക്കാം, തണുപ്പുള്ള സമയത്ത് രാവിലെ ഉപയോഗിക്കാം, AC യിലാണെങ്കിൽ ഉച്ചയ്ക്ക് ഉപയോഗിക്കാം. രാത്രിയും വൈകുന്നേരം മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഇത് അടിക്കേണ്ടത് ആരെന്ന് പറഞ്ഞാൽ സ്പൈസി പെർഫ്യൂം, അല്പം റിച്ച് ആയിട്ടുള്ള പെർഫ്യൂം, ഇത്തിരി യുണീക്ക് ആയിട്ടുള്ള പെർഫ്യൂം, എല്ലാവരുടെയും കയ്യിലുള്ള പെർഫ്യൂം അല്ലാതെ എനിക്ക് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള മണം വേണം എന്ന് ആഗ്രഹിക്കുന്നവർ. അതുപോലെ ഇപ്പോൾ വേൾഡ് കപ്പ് നടക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ കൂട്ടുകാരൊക്കെ ആയിട്ട് ഒരുമിച്ചിരുന്ന് ഫുട്ബോൾ മാച്ച് കാണുമ്പോൾ അവരുടെ ഇടയിൽ പോയിരുന്ന് നമുക്ക് അടിച്ചിട്ടൊന്ന് ഷൈൻ ചെയ്യാനും, അല്ലെങ്കിൽ ഈ രാത്രി സമയത്തൊക്കെ ഒരു വെബ് സീരീസ് ജനലിൻ്റെ അടുത്ത് കട്ടിൽ ചേർന്നിരുന്ന്, പുറത്ത് മഴ പെയ്യുന്നു, വിൻഡോ സീറ്റ് ജനലിൻ്റെ അടുത്തിരുന്ന ഒരു വെബ് സീരീസ്, നല്ലൊരു എന്താ പറയുക, ഇപ്പോൾ ഫ്രം അല്ലെങ്കിൽ വിഡോസ് ബേ അല്ലെങ്കിൽ ഡാർക്ക് പോലുള്ള വെബ് സീരീസ് അല്ലെങ്കിൽ ഗെയിം ഓഫ് ത്രോൺസ് പോലുള്ള വെബ് സീരീസ് മഴയത്ത് ജനലിൻ്റെ അടുത്തിരുന്ന് കാണുമ്പോൾ ഈ ഒരു പെർഫ്യൂം അടിച്ചിട്ടൊക്കെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ആംബിയൻസിന് പറ്റിയ ഒരു മണമായിരിക്കും ഒരു പെർഫ്യൂം. അതുപോലെ തന്നെ നിങ്ങളൊരു പരിപാടിക്ക് ചെല്ലുമ്പോൾ ഏറ്റവും അവസാനം ഒന്ന് കയറി ചേർന്ന് ഒരു ഇംപ്രഷൻ കൊടുക്കാനൊക്കെ ഈ ഒരു പെർഫ്യൂം നിങ്ങൾക്ക് ഉപയോഗിക്കാം. എനിക്ക് ഈ ഒരു പെർഫ്യൂം അടിക്കുമ്പോൾ തോന്നിയ ഒരു ക്യാരക്ടർ നമ്മുടെ സൽമാൻ ഖാനൊക്കെ പോലുള്ള ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാസ്കുലിൻ ആയിട്ടുള്ള ഒരു പെർഫ്യൂം. ഇത് ഞാൻ കണ്ട റിവ്യൂസിലൊക്കെ ഗേൾസിന് ഒരുപാട് ഇഷ്ടപ്പെട്ട പെർഫ്യൂമാണ്. അപ്പം ഡെമി റോളിംഗ് ഒക്കെ നല്ല രീതിയിൽ ഹൈപ്പ് കൊടുത്തിട്ടുണ്ട് ഈ പെർഫ്യൂം. സോ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്തിട്ട് വേണം വാങ്ങാൻ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, എൻ്റെ വാക്ക് കേട്ടോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന റിവ്യൂ കണ്ട് മാത്രം നിങ്ങൾ തീരുമാനം എടുക്കരുത്. ഓരോരുത്തരും വ്യത്യസ്തങ്ങളാണ്. നിങ്ങൾ ഡീക്കൻ്റ് വാങ്ങി ട്രൈ ചെയ്യുക. ഡീക്കൻ്റ് വാങ്ങാൻ പറ്റാത്തവർ മാളിൽ പോയി നിങ്ങൾ വ്യക്തിപരമായി അടിച്ചു നോക്കുക, ബോഡിയിലും വസ്ത്രത്തിലും അടിച്ചു നോക്കിയിട്ട് വേണം നിങ്ങൾ വാങ്ങാൻ. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് അല്ലെങ്കിൽ മാളിലുള്ള ആൾക്കാരുടെ വാക്ക് കേട്ട് നിങ്ങൾ ചെയ്യരുത്, ട്രൈ ചെയ്തിട്ട് വേണം വാങ്ങാൻ. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഈ പറഞ്ഞ ആ ഒരു ലൈനപ്പ് ഇഷ്ടപ്പെട്ടവർ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും കണക്ട് ചെയ്തിട്ടുള്ളവർ ഡെഫിനറ്റ് ആയിട്ട് വാങ്ങും. എന്തായാലും ഞാനിത് വാങ്ങിയിട്ട് 100% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പെർഫ്യൂം. എനിക്ക് ഒരു മനസ്താപവും ഇല്ല. ഞാൻ ഇത്രയും പൈസ മുടക്കിയപ്പോൾ എനിക്ക് അതിനനുസരിച്ചുള്ള മൂല്യമുള്ള പെർഫ്യൂം കിട്ടി, അത് യാതൊരു സംശയമില്ല. നമ്മൾ ഡീക്കൻ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് കോംപ്ലിമെൻറ്റ് കിട്ടണമെങ്കിൽ ഫുട്ബോൾ മാച്ച്, ഇപ്പോൾ ഫിഫ നടക്കുന്ന സമയത്ത് കൂട്ടുകാരായിട്ടൊക്കെ ഒരുമിച്ചിരുന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇത് അടിച്ചിട്ട് പോയി ആ ഗ്യാങ്ങിൻ്റെ നടുക്കുമായിരിക്കണം. അതുപോലെ രാത്രി എനിക്കൊരു സ്വഭാവമുണ്ട്, ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഏതെങ്കിലും ഒരു പെർഫ്യൂം ഒന്ന് സ്നിഫ് ചെയ്തിട്ട് കിടക്കുന്ന ഒരു ശീലം. നിങ്ങൾക്കുണ്ടോയെന്ന് അറിയില്ല, നിങ്ങൾക്ക് ആ ശീലം ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. ഞാനിപ്പോൾ ഈ റീസെൻ്റ്ലി ഈ ഒരു പെർഫ്യൂമാണ് മൂക്കിൻ്റെ അറ്റത്ത് തേച്ച് പിടിപ്പിച്ച് കിടന്ന് തുടങ്ങും. അപ്പോൾ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബെഡ് ടൈം പെർഫ്യൂമാണ് സ്പൈസ് ബോംബ് മെറ്റാലിക് മസ്ക്. തീർച്ചയായും ട്രൈ ചെയ്യുക. ഒരു 5 ml 10 ml ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഫുൾ ബോട്ടിൽ വാങ്ങണം വേണ്ട തീരുമാനിക്കുക. കളക്ഷനിൽ വെക്കാൻ പറ്റിയ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം കൂടിയാണ്. എനിക്ക് ട്രൈ ചെയ്തപ്പോൾ അങ്ങനെയാണ് ഫീൽ ചെയ്തത്, കാരണം നീഷ് ക്വാളിറ്റി സ്മെല്ലുണ്ട്. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ഗ്രൂപ്പിൻ്റെ ലിങ്കും വാട്സപ്പ് നമ്പറും കമൻറ്റിൽ മെൻഷൻ ചെയ്യാം. താങ്ക് യു സോ മച്ച്.